മലയാളത്തിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ മലയാള ചെറുകഥയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മലയാളത്തിലെ ആദ്യകാല ചെറുകഥകൾ മുതൽ നമ്മൾ തുടങ്ങി. നമ്മളിപ്പോ മലയാളത്തിലെ ആദ്യകാല ചെറുകഥകളൊക്കെ നിന്ന് മാറി ഒരു ആധുനിക ഘട്ടത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ മൂർഖോത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരെ പറ്റി പറഞ്ഞു, MRKCയെ പറ്റി പറഞ്ഞു, CS ഗോപാലപ്പണിക്കരെ പറ്റി പറഞ്ഞു, അമ്പാടി നാരായണ പൊതുവാളിനെ പറ്റി പറഞ്ഞു, K സുകുമാരനെ പറ്റി പറഞ്ഞു. അങ്ങനെ മലയാള സാഹിത്യത്തിലെ ആദ്യകാല ചെറുകഥാകൃത്തുക്കളുടെ പ്രധാന കഥകളൊക്കെ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ കഥകളുടെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മൾ പറയേണ്ട ഒരാളും കൂടെ ബാക്കിയുള്ളൂ. നിങ്ങൾക്ക് കാണാൻ പുറകിൽ EV കൃഷ്ണപിള്ള. അപ്പോ EV കൃഷ്ണപിള്ളയെ പറ്റിയാണ് ഇനി പറയാനുള്ളത്. അപ്പോ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മാത്രം പറയട്ടെ. ഇപ്പോഴും നമ്മുടെ ചാനല് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ആദ്യം ഇപ്പൊ തന്നെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ എല്ലാ ദിവസവും ഞങ്ങൾ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയം തന്നെ നിങ്ങൾക്ക് മിസ്സായി പോവാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ കമന്റ്സ് ആയി അറിയിക്കുക. അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മോട്ടിവേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് വളരെ ശക്തമായിട്ട് ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. കാരണം നിങ്ങൾക്കറിയാം, പരീക്ഷകളൊക്കെ വരികയാണ്. അപ്പൊ നിങ്ങൾ ശക്തമായിട്ട് പഠിച്ചു തുടങ്ങിയെന്നറിയാം. അപ്പോൾ എന്നുള്ള ഡയലോഗുകളൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ പഠനത്തിന്റെ പാതയിലാണെന്നറിയാം. അപ്പൊ നിങ്ങളുടെ പഠനത്തിന് ഒരു ശക്തി പകരാനാണ് ഹൃദയം ശ്രമിക്കുന്നത്. അപ്പൊ ആ ശക്തി ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കിട്ടേണ്ടതുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ കമന്റ്സ് ആണ്, നിങ്ങളുടെ ലൈക്ക് ആണ്, നിങ്ങളുടെ സബ്സ്ക്രൈബ് ആണ്. അപ്പോ അധികം മുഷിപ്പിക്കുന്നില്ല. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റി നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയാറുള്ളതാണ്. ഏകദേശം 50-60 ചോദ്യങ്ങളൊക്കെ ഒരു ആഴ്ചയിൽ നമ്മുടെ പ്രീവിയസ് വരുന്നത് ഇടാറുണ്ട്. ഇപ്പൊ ജനറൽ പേപ്പറിനെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും തന്നെ അത് ചോദ്യങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഉത്തരങ്ങൾ നൽകാൻ ശ്രമിക്കുന്നു. ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളുടെ ശരി ഉത്തരം നൽകിയ വിജയിയെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ ഗ്രൂപ്പുകളൊക്കെ വളരെ സജീവമായിട്ട് തന്നെ മുമ്പോട്ട് പോവുകയാണ്. എല്ലാവരും തന്നെ അതിൽ വളരെ നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുന്നു. അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. EV കൃഷ്ണപിള്ള മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരനും പത്രാധിപരും നോവലിസ്റ്റും ചെറുകഥാകൃത്തും നാടകകൃത്തും ബാലസാഹിത്യകാരനുമായിരുന്നു EV കൃഷ്ണപിള്ള അല്ലെ. മലയാളത്തിലെ ആദ്യകാല ചെറുകഥാകൃത്തായിരുന്നു. അദ്ദേഹം ഒരു പത്രാധിപനായിരുന്നു, നാടകകൃത്തായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഒരുപാട് ബാലസാഹിത്യ കൃതികൾ, ഹാസ്യകൃതികൾ ഒരുപാടുണ്ട്. പ്രധാനമായ ഒരു കാര്യം എന്നാണ് അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത്. അദ്ദേഹം മലയാള മനോരമയുടെ ആദ്യത്തെ പത്രാധിപരായിരുന്നു. മലയാള മനോരമയുടെ ആദ്യത്തെ പത്രാധിപരായിരുന്നു ആര്? EV കൃഷ്ണപിള്ള. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ മലയാള മനോരമയെയും ഭാഷാഭൂഷണിയെ പറ്റിയൊക്കെ പഠിക്കാറുണ്ട്. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയെ പറ്റി നമ്മൾ പഠിക്കാറുണ്ട്. അപ്പൊ ഇവിടെയും പഠിക്കേണ്ട കാര്യം എന്താണ്? മലയാള മനോരമ ആഴ്ചപ്പതിപ്പിന്റെ ആദ്യത്തെ പത്രാധിപരായിരുന്നു ആര്? EV കൃഷ്ണപിള്ള. മറന്നു പോകരുത്. കഥാകൗമുദി, സേവിനി എന്നീ മാസികകളുടെയും പത്രാധിപരായിട്ട് EV കൃഷ്ണപിള്ള പ്രവർത്തിച്ചിട്ടുണ്ട്. EV കൃഷ്ണപിള്ള കഥാകൗമുദി, സേവിനി തുടങ്ങിയ മാസികകളുടെ പത്രാധിപരായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അതും കൂടെ ഓർത്തിരിക്കുക. മറ്റൊരു കാര്യമുള്ളത്, പ്രശസ്ത നടനായ അടൂർ ബാസി അദ്ദേഹത്തിന്റെ മകനാണ്. പ്രശസ്ത നടനായ അടൂർ ബാസി ആരുടെ മകനാണ്? EV കൃഷ്ണപിള്ളയുടെ മകനാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചല്ലോ. നമുക്കിനി ബാക്കി നോക്കാം. ആദ്യം തന്നെ EV കൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേര് ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക, മറന്നു പോകരുത്. ജീവിത സ്മരണകൾ. EV കൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ ഒരു കവർ പേജ് കൊടുത്തിട്ടുണ്ട്. EV കൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേരാണ് ജീവിത സ്മരണകൾ. മറന്നു പോകരുത്. ഇപ്പൊ തന്നെ അത് അറിയാത്ത ആളുകൾ പഠിച്ചു വെക്കുക. അതുപോലെ ഒരു ആത്മകഥയും കൂടെയുണ്ട്, എന്റെ ജീവിത സ്മരണകൾ. ആ ആത്മകഥയാണ്. ജീവിത സ്മരണകൾ പഠിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായും പഠിക്കേണ്ടത് എന്റെ ജീവിത സ്മരണകളും കൂടെ പഠിക്കണം. കാരണം ചേരും പഠിച്ചേർക്കാനൊക്കെ തരുമ്പോൾ ഇത് രണ്ടും തമ്മിൽ നമ്മളെ കുഴപ്പിക്കാൻ സാധ്യതയുണ്ട്. ജീവിത സ്മരണകള് EV കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ്. എന്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ്. എന്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ്. ജീവിത സ്മരണകൾ EV കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ്. മറന്നു പോകരുത്. അപ്പൊ ഇനി അദ്ദേഹത്തിന്റെ നോവലുകൾ നോക്കാം. ബാഷ്പവർഷം, ആരുടെ കൈ, തോരാത്ത കണ്ണുനീർ അദ്ദേഹത്തിന്റെ നോവലുകളാണ്. തോരാത്ത കണ്ണുനീർ, ആരുടെ കൈ, ബാഷ്പവർഷം. ഇനി അദ്ദേഹത്തിന്റെ ചെറുകഥകൾ നമുക്ക് നോക്കിയാലോ. കേളി സൗധം 4 ഭാഗങ്ങൾ. കേളി സൗധം എന്ന പേരിൽ
4 ഭാഗങ്ങളിലായി അദ്ദേഹത്തിന്റെ ചെറുകഥകൾ സമാഹരിച്ചിട്ടുണ്ട്. മറന്നു പോകരുത്, കേളി സൗധം. പിന്നെ അടുത്തതായി നമുക്ക് എല്ലാവർക്കും പരിചിതമായ എന്റെ ഗന്ധർവ സ്നേഹിതൻ. ചിലപ്പോൾ നിങ്ങൾ ഡിഗ്രിക്കൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്റെ ഗന്ധർവ സ്നേഹിതൻ. അപ്പോൾ പി പത്മരാജന്റെ ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന ആ സിനിമയുടെ ആ ഒരു രീതിയിലുള്ള ഒരു കഥയാണ് എന്റെ ഗന്ധർവ സ്നേഹിതൻ. ഏകദേശം രണ്ടിന്റെയും കഥ ഏകദേശം ഒക്കെ ഒരുപോലെയാണ്. പൂർണ്ണമായും നമുക്ക് ഒരുപോലെയാണ് പറയാൻ കഴിയില്ലെങ്കിലും ഏകദേശം 2 കഥകൾ ഒരുപോലെയാണ്. അപ്പോൾ എന്റെ ഗന്ധർവ സ്നേഹിതൻ, സൂപ്രണ്ടിന്റെ കൈക്കൂലി, അവളുടെ കയ്യെഴുത്ത്, മാഞ്ചസ്റ്റർ ബാധ, കൈമളുടെ അറസ്റ്റ്, ഭാരതിയുടെ ഉപദേശം, പോലീസ് രാമായണം, പ്രേമദാസ്യം, ആ രാത്രിയിൽ, ഭാരതിയുടെ ഉപദേശം, പരസ്പര വിജയം. അപ്പൊ നിങ്ങൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, പഠിച്ചു വെക്കുക, മറന്നു പോകരുത് അദ്ദേഹത്തിന്റെ പ്രധാന ചെറുകഥകള്. അപ്പൊ അദ്ദേഹത്തിന്റെ നാടകങ്ങളെ പറ്റിയും സാഹിത്യ പ്രബന്ധങ്ങളെ പറ്റിയും നമുക്ക് നോക്കാം. സീതാലക്ഷ്മി അദ്ദേഹത്തിന്റെ ചരിത്ര നാടകമാണ്. ഓർത്തു വെക്കുക, സീതാലക്ഷ്മി അദ്ദേഹത്തിന്റെ ചരിത്ര നാടകമാണ്. അതുപോലെ തന്നെ മറ്റ് നാടകങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാം കാണാം. കൃത്യമായി നിങ്ങൾ അത് നോട്ട് ചെയ്തു വെക്കുക, പഠിച്ചു വെക്കുക. കവിതാ കേസ്, മായാമനുഷ്യൻ, വിസ്മൃതി, തിലോത്തമ, കള്ളപ്രമാണം, പ്രണയ കമ്മീഷൻ, പെണ്ണരശുനാട്, BA മായാവി തുടങ്ങിയ നാടകങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായി ഇത് നോട്ട് ചെയ്ത് വെക്കുക, പഠിച്ചു വെക്കുക. നമുക്ക് അടുത്തതിലേക്ക് പോവാം. EV കൃഷ്ണപിള്ളയെ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചിതമായിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഹാസ്യ കൃതികളിലൂടെയാണ്, അദ്ദേഹത്തിന്റെ പോലീസ് കഥകളിലൂടെയൊക്കെയാണ് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഹാസ്യ കൃതികൾ ഏതൊക്കെയാണ്? ഏറ്റവും പ്രശസ്തമായത് MLC കഥകളാണ്. MLC കഥകൾ, അണ്ടിക്കോയ, പോലീസ് രാമായണം, EV കഥകൾ, ചിരിയും ചിന്തയും ഏറ്റവും കൂടുതൽ പ്രശസ്തമായ കൃതിയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതിയാണ് ചിരിയും ചിന്തയും. അതേപോലെ തന്നെ ബാലസാഹിത്യ കൃതികളുണ്ട്. ഗുരുസമക്ഷം, ഭാസ്കരൻ, ബാലലീല, ഗുണപാഠങ്ങൾ, ശുഭചര്യ, സുഖജീവിതം തുടങ്ങിയ അദ്ദേഹത്തിന്റെ ബാലസാഹിത്യ കൃതികൾ കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി അദ്ദേഹത്തിന്റെ കഥകളെ പറ്റിയുള്ള ചില അഭിപ്രായങ്ങളൊക്കെ നമുക്ക് നോക്കാം. കഥാസാഹിത്യത്തിലെ പഴയ തലമുറയുടെയും പുതിയ തലമുറയുടെയും ഇടയിൽ നിൽക്കുന്ന ഒരു എഴുത്തുകാരനാണ് EV കൃഷ്ണപിള്ള. EV കൃഷ്ണപിള്ളയെ നമുക്കൊരു ആദ്യകാല എഴുത്തുകാരനായി പരിഗണിക്കാൻ കഴിയില്ല, അദ്ദേഹത്തെ ഒരു പുതിയ കാലത്തിന്റെ എഴുത്തുകാരനായി പരിഗണിക്കാൻ കഴിയില്ല. അദ്ദേഹം ഈ രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു എഴുത്തുകാരനാണ് എന്നാണ് പണ്ഡിതരുടെ അഭിപ്രായം. EVയുടെ 43 കഥകളുടെ സമാഹാരമാണ് 1937 പ്രസിദ്ധീകരിച്ച കേളി സൗധം. EVയുടെ 43 കഥകളുടെ സമാഹാരമാണ് 1937 പ്രസിദ്ധീകരിച്ച കേളി സൗധം എന്ന് പറയുന്ന സമാഹാരം. ഇനി അദ്ദേഹത്തിന്റെ കഥകളുടെ പ്രത്യേകതകൾ പഠിച്ചു വെക്കണം. അദ്ദേഹത്തിന്റെ കഥകളുടെ പ്രത്യേകതകൾ പഠിച്ചു വെക്കണം എന്ന് പറയുമ്പോൾ അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇന്നത്തെ ചോദ്യം നമുക്കറിയാം, ഇന്ന് ചോദ്യങ്ങൾ വരുന്നത് കഥ ആര് എഴുതി, കഥ ഏത് വർഷം എഴുതി എന്ന് മാത്രമല്ല, ആ കഥകളുടെ പ്രത്യേകത എന്ത്, അദ്ദേഹത്തിന്റെ കഥകളുടെ മാത്രം പ്രത്യേകതകൾ തിരഞ്ഞെടുത്ത് എഴുതുക, അദ്ദേഹത്തിന്റെ കഥകളുടെ പ്രത്യേകത അല്ലാത്തത് തിരഞ്ഞെടുത്ത് എഴുതുക. അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഓരോ എഴുത്തുകാരനെ പറ്റി നമ്മൾ പഠിക്കുമ്പോഴും ആ എഴുത്തുകാരന്റെ കഥകളുടെ പ്രത്യേകതകൾ കൂടി നമുക്കൊന്ന് സാമാന്യമായി അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പൊ നമുക്ക് നോക്കാം. മലയാള ചെറുകഥാ പ്രസ്ഥാനത്തിന്റെ പുരോഗതിയെ കുറിച്ചുള്ള ചർച്ചയിൽ സജീവ പരിഗണന അർഹിക്കുന്ന കൃതിയാണ് ഇത്. ഏത് കൃതിയാണ്? കേളി സൗധം എന്ന് പറയുന്ന 43 കഥകളടങ്ങിയ സമാഹാരത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. മനുഷ്യരുടെ വ്യക്തിപരവും രാഷ്ട്രീയവുമായ ജീവിതത്തിന്റെ ഭിന്ന തലങ്ങളിലേക്ക് നർമ്മ ബോധത്തോടെ കടന്നു ചെല്ലാനാണ് അദ്ദേഹം ശ്രമിച്ചത്. EVയുടെ നർമ്മത്തിന് ഒരു പ്രത്യേകതയുണ്ട്. EVയുടെ നർമ്മം എന്ന് പറയുന്നത് മനുഷ്യരുടെ വ്യക്തിപരവും രാഷ്ട്രീയവുമായ ജീവിതത്തിന്റെ ഭിന്ന തലങ്ങളിലേക്ക് ആ കഥകൾ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അപ്പൊ വെറുതെ നർമ്മം ഉണ്ടാക്കുകയല്ല, ആ നർമ്മം ഉപയോഗിച്ച് മനുഷ്യ ജീവിതത്തെ ആവിഷ്കരിക്കുകയാണ് EV ചെയ്തത്. അതോടൊപ്പം തന്നെ ആദ്യകാലങ്ങളിൽ കടന്നു വന്നിട്ടില്ലാത്ത ഒരു സാഹിത്യ മേഖലയാണ് കാൽപ്പനികത. പക്ഷെ EVയുടെ കഥകളിൽ, അദ്ദേഹത്തിന്റെ പല കഥകളിലും എന്ത് കാണാമെന്ന് പറയുന്നു? കാൽപ്പനികതയുടെ സ്വാധീനം കാണാം. അദ്ദേഹത്തിന്റെ പല കഥകളിലും കാൽപ്പനികതയുടെ സ്വാധീനം കാണാം. നമുക്കറിയാം ഗന്ധർവ സ്നേഹിതൻ പോലുള്ള കഥയിലൊക്കെ കാൽപ്പനികതയുടെ ഒരു സ്വാധീനം നമുക്ക് കൃത്യമായി അവിടെ കാണാൻ കഴിയുന്നു അല്ലെ. അദ്ദേഹത്തിന്റെ കഥകളുടെ മറ്റൊരു പ്രത്യേകതയായിരുന്നു ദേശാഭിമാനത്തിന്റെയും രാഷ്ട്രീയ ചിന്തകളുടെയും ഒക്കെ ഒരു പ്രാധാന്യം അദ്ദേഹം കഥകളിലൂടെ കാണിച്ചു തന്നു. ദേശാഭിമാനം, രാഷ്ട്രീയ ബോധം തുടങ്ങിയ വലിയ ചിന്തകളിലേക്ക് അദ്ദേഹത്തിന്റെ കഥകൾ പോയിട്ടുണ്ട്. വളരെ നിസ്സാരവൽക്കരിക്കേണ്ട കഥകളൊന്നും ആയിരുന്നില്ല അദ്ദേഹം എഴുതിയത് എന്നാണ് ഇവിടെ പറയുന്നത്. മലയാള ചെറുകഥയെ ജീവിതത്തിന്റെ പുറത്തളങ്ങളിലേക്ക് നയിക്കാൻ ഉദ്യമിച്ച പ്രാരംഭകാല ചെറുകഥാകൃത്താണ് EV. ജീവിതത്തിന്റെ പച്ചയായ തീക്ഷ്ണതകളിലേക്ക് നമ്മെ നയിച്ചത് അദ്ദേഹത്തിന്റെ കഥകളാണ്. അതും നർമ്മത്തിൽ ചാലിച്ചും കാൽപ്പനികത കലർത്തിയും അദ്ദേഹം ആ കഥകളിലൂടെ ചെറുകഥാ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുപോയി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ ആദ്യകാല ചെറുകഥാകൃത്തുക്കളായ കേസരിയെ പറ്റിയും മൂർക്കോത്തിനെ പറ്റിയും അവരുടെയൊക്കെ കഥകളെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞപ്പോ EV കൃഷ്ണപിള്ളയിലെത്തി. മലയാള ചെറുകഥയുടെ അടുത്ത ഒരു സെക്ഷനിലേക്ക് പോവുകയാണ്. ആദ്യകാല ചെറുകഥകൾ ആരംഭിച്ച്
അത് കഴിഞ്ഞ് മലയാള ചെറുകഥ ഇനി എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പൊ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ മലയാള ചെറുകഥയുടെ മലയാള കഥാസാഹിത്യത്തിന്റെ അടുത്ത ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്ക് കാണാം റിയലിസം അല്ലെ, റിയലിസം അഥവാ നവോത്ഥാന ഘട്ടം എന്നൊക്കെ വിളിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത്. നമുക്കറിയാം മലയാളത്തിലെ ആദ്യകാലത്തെ ചെറുകഥകൾ ഇറങ്ങിയതൊന്നും ജീവിതത്തിന്റെ തീക്ഷ്ണമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനോ അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുവാനോ അല്ല. അവിടെ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ഒരു വിനോദോപാധി എന്ന നിലയിൽ നായാട്ടിന് പോകുന്ന നായാട്ടുകാരുടെ കഥ പറയാൻ അല്ലെ, രാജാവിനെ പറ്റി സ്തുതിക്കാൻ, രാജാവിനെ പറ്റി പൊക്കി പറയാൻ, അങ്ങനെ വളരെ വളരെ നിസാരവൽക്കരിക്കപ്പെടുന്ന ചില വിഷയങ്ങളായിരുന്നു എന്ത് ആദ്യകാല ചെറുകഥകൾ. പക്ഷേ പിന്നീട് സാഹിത്യം എന്തായി? സാഹിത്യം എന്നത് സമൂഹത്തിലെ ദുഷ്ചിന്തകളെ ദുഷ്പ്രവണതകളെയൊക്കെ അടിച്ചമർത്താനുള്ള അല്ലെങ്കിൽ ദുഷ്ചിന്തകളെയും ദുഷ്പ്രവണതകളെയൊക്കെ പുറം ലോകത്തിലേക്ക് എത്തിക്കുവാനുള്ള അതിനെതിരെ പ്രതികരിക്കുവാനുള്ള ഒരു മാർഗമായിട്ടാണ് പിന്നെ ചെറുകഥാ സാഹിത്യം വളർന്നു വന്നത്. ചെറുകഥാ സാഹിത്യം മാത്രമല്ല എല്ലാ സാഹിത്യ രൂപങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ആദ്യകാല ചെറുകഥകളിൽ നിന്നും പിന്നീട് റിയലിസം എന്ന ഒരു ഘട്ടത്തിലേക്ക് വരികയുണ്ടായി. റിയലിസം എന്ന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അവിടെ ചെറുകഥകളുടെ സ്വഭാവം തന്നെ മാറുകയാണ്. ചെറുകഥകള് ഗൗരവമുള്ള വിഷയങ്ങളിലേക്ക് കടക്കുകയാണ്. ഗൗരവമുള്ള സമൂഹത്തിലെ വലിയ വലിയ വിഷയങ്ങളിലേക്ക്, സങ്കീർണമായ വിഷയങ്ങളിലേക്ക് ചെറുകഥ കടന്നു വരികയാണ്. അപ്പോൾ ആരെയൊക്കെയാണ് നമ്മൾ ഇനി ആ ഒരു ഘട്ടത്തിൽ പരിചയപ്പെടേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ചെറുകഥ ഇന്നലെ ഇന്ന് എന്ന പുസ്തകത്തിൽ എന്താണ് റിയലിസം എന്ന് പറയുന്നുണ്ട്. പഴമയെ ഞെട്ടിപ്പിക്കുന്നതും യാഥാസ്ഥിതികരുടെ മുഖത്ത് ആഞ്ഞു പ്രഹരിക്കുന്നവരുമായ സാമൂഹ്യ ജീവിതത്തിലെ ദുരാചാര ദുഷ്ടതകളെ നിർഭയം വിമർശിക്കുന്നവരുമായ വിപ്ലവകരമായ റിയലിസ്റ്റിക് ജീവിതങ്ങളിലേക്കുള്ള വളർച്ചയായിരുന്നു റിയലിസം തുറന്നിട്ടത്. പഴമയുടെ ദുരാചാര ദുഷ്ടതകൾക്കെതിരെ പ്രവർത്തിക്കാനുള്ള ഒരു ആയുധമായാണ് റിയലിസം കാലത്ത് കഥകളെ ഉപയോഗിച്ചിരുന്നത്. അതിൽ പ്രധാനികളായിരുന്നു VT ഭട്ടതിരിപ്പാട്, MRB, മുത്തിരിങ്ങോട്ട് ഭവത്രാദൻ നമ്പൂതിരി. ഇവർ 3 പേര് മാത്രമൊന്നുമല്ല. VT ഭട്ടതിരിപ്പാടിനെ പോലെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെ അനുകൂലിച്ചുകൊണ്ട് മുന്നേറ്റ് വന്ന ഒരുപാട് എഴുത്തുകാരെ പറ്റി നമുക്ക് പറയാനുണ്ട്. ഇവിടെ 3 പേരുടെ പേര് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ പ്രധാനികള് VT ഭട്ടതിരിപ്പാട്, MRB, മുത്തിരിങ്ങോട്ട് ഭവത്രാദൻ നമ്പൂതിരി. ഇനി നോവലാണെങ്കിലും ചെറുകഥയാണെങ്കിലും നാടകമാണെങ്കിലും ഒരു നവോത്ഥാന ഘട്ടത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ ആദ്യം പറയുന്ന പേര് VT ഭട്ടതിരിപ്പാട് എന്ന് തന്നെയായിരിക്കും. കേരളത്തിലെ പ്രശസ്തനായ സാമൂഹ്യ നവോത്ഥാന നായകനും നാടകകൃത്തും ഉപന്യാസകാരനുമായിരുന്നു VT ഭട്ടതിരിപ്പാട്. ജനനം 1896, മരണം 1982. ആത്മകഥയെ പറ്റിയും ചെറുകഥകളെ പറ്റിയും നമുക്കൊക്കെ അറിയാം. പക്ഷെ അദ്ദേഹത്തിന്റെ മറ്റു ചില കാര്യങ്ങളും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കാരണം പരീക്ഷയ്ക്ക് ഏത് രീതിയിലാണ് ചോദ്യം വരുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. അതിലൊന്നാണ് യാചനായാത്ര. 1931 അദ്ദേഹം കേരളത്തിന്റെ വടക്കേയറ്റം വരെ ഒരു യാചനായാത്ര നടത്തി. തൃശ്ശൂരിലെ നമ്പൂതിരി മഠത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനുള്ള ധനശേഖരണാർത്ഥം നടത്തിയതായിരുന്നു ആ യാത്ര. VTയെ സംബന്ധിച്ചിടത്തോളം ധനശേഖരണത്തിലുപരി ഒരു ആധ്യാത്മിക വിപ്ലവമായിരുന്നു ഉദ്ദേശം. നമുക്കറിയാം നമ്പൂതിരി കുടുംബങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അനാചാരങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ച ആളാണ് VT ഭട്ടതിരിപ്പാട്. അദ്ദേഹം ഒരു സാമൂഹിക നവോത്ഥായകനും കൂടിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ യാചനായാത്രയെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ മറ്റൊരു കാര്യമാണ് വിധവാ വിവാഹം. VT ഭട്ടതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ 1934 സെപ്റ്റംബർ 13 അദ്ദേഹത്തിന്റെ വീടായ രസിക സദനത്തിൽ, ഓർത്തു വെക്കുക, അദ്ദേഹത്തിന്റെ വീടായ രസിക സദനത്തിൽ, അതും ഒരു ചോദ്യത്തിനുള്ള സ്കോപ്പുള്ള കാര്യം തന്നെയാണ്, നമ്പൂതിരി സമുദായത്തിലെ ആദ്യത്തെ വിധവാ വിവാഹം നടന്നു. VTയുടെ തന്നെ ഭാര്യാ സഹോദരിയും വിധവയുമായ ഉമാദേവി അന്തർജനത്തെ മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരി വിവാഹം കഴിച്ചു. വിധവാ വിവാഹം എന്ന് പറയുമ്പോഴും VT എന്ന പേര് നമ്മൾ മറന്നു പോകരുത്. ഇനിയാണ് അദ്ദേഹത്തിന്റെ നാടകത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയുന്ന അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകത്തെ പറ്റി നമ്മൾ പറയുന്നത്. നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സുകൾ കൃത്യമായി കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് VT ഭട്ടതിരിപ്പാടിന്റെ നാടകത്തെ പറ്റി, അദ്ദേഹത്തിന്റെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകത്തെ പറ്റി കൃത്യമായി അറിഞ്ഞിരിക്കും. കാരണം നമ്മുടെ ചോദ്യങ്ങളിലെ VT ഭട്ടതിരിപ്പാടും അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകവും കൃത്യമായി വരികയുണ്ടായി. അതിനെപ്പറ്റി കൃത്യമായി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകത്തെ പറ്റി അധികമൊന്നും പറയേണ്ട കാര്യമില്ല, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം തന്നെയാണ്. ഇനി ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ നിർബന്ധമായി പോയി കാണുക. നമ്മുടെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട് ആ വീഡിയോ. അത് കഴിഞ്ഞ് മാത്രം നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതിയാകും. ഇനി VTയുടെ നാടകങ്ങൾ നോക്കാം. പ്രധാനമായിട്ടും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, പിന്നെ കരിഞ്ചന്ത എന്നുള്ളൊരു നാടകമുണ്ട്. ഇനി കഥാസമാഹാരത്തിലാണെങ്കിൽ രജനീരംഗം, പോംവഴി, തിരഞ്ഞെടുത്ത കഥകൾ എന്ന് പറയുന്ന കഥാസമാഹാരമുണ്ട്. ഈ ഉപന്യാസമാണെങ്കിൽ സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു, വെടിവെട്ടം,
കാലത്തിന്റെ സാക്ഷി, അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്നീ ഉപന്യാസങ്ങള് വീട്ടിയുടേതായിട്ടുണ്ട്. ഇനി ആത്മകഥ കണ്ണീരും കിനാവും, കർമ്മവിഭാഗം, ദക്ഷിണായനം. ഇത് ആത്മകഥാ ഖണ്ഡങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കണ്ണീരും കിനാവും, കർമ്മവിഭാഗം, ദക്ഷിണായനമാണ് അദ്ദേഹത്തിന്റെ ആത്മകഥകളുടെയും അനുഭവങ്ങളുടെയും ഒരു സമാഹാരമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇനി ചെറുകഥയിലെ അതികഠിനം എങ്കിൽ സ്വപ്നമോ മായയോ മന്മതിഭ്രാന്തിയോ എന്ന് പറയുന്ന ചെറുകഥയും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതികഠിനം എങ്കിൽ സ്വപ്നമോ മായയോ മന്മതിഭ്രാന്തിയോ എന്ന് പറയുന്ന ഒരു ചെറുകഥയും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും കഥകൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് ചോദ്യ രൂപത്തിൽ എന്തായാലും നിങ്ങളുടെ കൈകളിൽ എത്തിച്ചിരിക്കും. ഇനിയിപ്പോ അടുത്തതായിട്ട് പറയാനുള്ളത് MRBയെ പറ്റിയാണ്. MRB നമുക്കറിയാം, എം രാമൻ ഭട്ടതിരിപ്പാട് എന്നറിയപ്പെടുന്ന MRB കേരളത്തിലെ ഒരു സാഹിത്യകാരനും സാമൂഹിക പരിഷ്കർത്താവും പത്രപ്രവർത്തകനുമായിരുന്നു എം രാമൻ ഭട്ടതിരിപ്പാട് എന്ന് പറയുന്ന MRB. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നാടകം നമുക്കറിയാം, മറയ്ക്കുടയ്ക്കുള്ളിലെ മഹാനരകം. അദ്ദേഹത്തിന്റെ VT ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകത്തോടൊപ്പം തന്നെ ചേർത്ത് വെക്കാവുന്ന ഒരു നാടകമാണ് മറയ്ക്കുടയ്ക്കുള്ളിലെ മഹാനരകം. നമ്പൂതിരി കുടുംബങ്ങളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന യാതനകളും ദുരിതങ്ങളും വരച്ചു കാട്ടിയ മറ്റൊരു നാടകമായിരുന്നു മറയ്ക്കുടയ്ക്കുള്ളിലെ മഹാനരകം. ഈ ഒരു നാടകത്തെ പറ്റിയും നമ്മൾ കൃത്യമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വർഷമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതാണ് പറയുന്നത്, നെറ്റ് പരീക്ഷയ്ക്ക് വന്ന ചോദ്യമായിരുന്നു മറയ്ക്കുടയ്ക്കുള്ളിലെ മഹാനരകമൊക്കെ. എനിക്ക് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കാലക്രമം അനുസരിച്ച് നാടകങ്ങളെ ഓർഡർ ചെയ്യാനായിരുന്നു പരീക്ഷയ്ക്ക് വന്നിരുന്നത്. അപ്പൊ ആ ഒരു ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ കൃത്യമായി നമ്മൾ ഈ നാടകങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവര് ആ വീഡിയോയും തീർച്ചയായിട്ടും കാണുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന വീഡിയോകളായിരിക്കും. ഇനി അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ നോക്കിയാല് വാൽക്കണ്ണാടി, മുഖച്ഛായ, മുളപൊട്ടിയ വിത്തുകൾ, സുവർണ ചായങ്ങൾ, വളപ്പൊട്ടുകൾ, താമര ഇതളുകൾ, സർവസ്വസ്വാദം, തലയിലെഴുത്ത്, അന്തഃപുരത്തിൽ നിന്നുള്ള ആഹ്വാനം. ഇതിൽ തലയിലെഴുത്ത് ഒരു പക്ഷെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ഡിഗ്രിക്കൊക്കെ തലയിലെഴുത്ത് എന്ന് പറയുന്ന കഥയെ പറ്റി പഠിക്കാനുണ്ടായിരുന്നു MRBയുടെ. അപ്പോ ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ കൃതികൾ നോക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഒരാളെ കൂടി നോക്കാം. മുത്തിരിങ്ങോട് ഭവത്രാതൻ നമ്പൂതിരി സ്വതന്ത്ര കേരളത്തിൽ ശ്രദ്ധേയമായ പ്രാധാന്യം സൃഷ്ടിച്ച അപ്പന്റെ മകൾ എന്ന സാമൂഹിക കൃതിയുടെ രചയിതാവാണ്. പൂങ്കുല, മറുപുറം, ആത്മാഹൂതി, മരണത്തിന്റെ മടിയിൽ എന്നിവയാണ് ഇദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ മറ്റു കൃതികൾ. ഇദ്ദേഹത്തിന്റെ കഥകളിലും നമ്പൂതിരി കുടുംബങ്ങളിലെ ദുഷ്പ്രവണതകളെ തന്നെയാണ് വരച്ചു കാട്ടിയിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ കൃതികളും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഈ ചോദ്യങ്ങളായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് EV കൃഷ്ണപിള്ളയെ പറ്റി നമ്മൾ പഠിച്ചു. EV കൃഷ്ണപിള്ളയുടെ കാര്യങ്ങൾ കുറച്ച് വിശദമായിട്ട് തന്നെ നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് റിയലിസം എന്ന് പറയുന്ന ഒരു അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ ജസ്റ്റ് കയറിയിട്ടുണ്ട്. അതിൽ നമ്മൾ ആരെ പറ്റിയൊക്കെ പഠിച്ചു? VT ഭട്ടതിരിപ്പാടിനെ പറ്റി പഠിച്ചു, MRBയെ പറ്റി പഠിച്ചു, മുത്തിരിങ്ങോട് ഭവത്രാതൻ നമ്പൂതിരിയെ പറ്റി പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. പഠിച്ച കാര്യങ്ങളൊക്കെ നോക്കുക, നോട്ടുകളൊക്കെ എഴുതിയെടുക്കുക, കൃത്യമായി റിവിഷൻ ചെയ്യുക. എല്ലാവരുടെയും ക്ലാസ്സുകൾ കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റ്സിലൂടെ നമ്മളെ അത് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് മലയാളം പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ക്ലാസ്സുകൾ ഇടാനുള്ള നമ്മളുടെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.